നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഹ്റാൻ മംദാനിയെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ആ മംദാനിയെ പോലും പ്രചോദിപ്പിച്ച ഒരു ചെറുപ്പക്കാരി കേരളത്തിലുണ്ട് എന്ന അത്ഭുത പ്രഖ്യാപനം നടത്തിയത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. ആ അത്ഭുത പ്രതിഭ ആര്യ രാജേന്ദ്രന്റെ ഏറ്റവും പുതിയ കഥയാണ് സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് മുൻപിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തദ്ദേശ പോര് ശക്തമാകുമ്പോൾ തലസ്ഥാന നഗരിയിലെ CPMനുള്ളിൽ നിറയുന്നത് അസൂയയുടെ മറ്റൊരു മത്സരമാണ്. സീറ്റ് കിട്ടാത്തതിൻ്റെ വേവ് എതിർ സ്ഥാനാർത്ഥിയിൽ കാണിക്കുന്ന മുൻ മേയറായിരുന്ന ഒരു യുവതി CPMന്റെ അപജയം എത്രത്തോളമെന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ്. എതിർകക്ഷികളെ ഏതു വിധേനയും കുരുക്കാൻ ശ്രമിക്കുന്ന ഈ യുവ നേതാവ് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടാൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരും ഇടപെട്ടു എന്നതിന്റെ തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വൈഷ്ണയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാരാണ് വൈഷ്ണവ് ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി അവിടെ താമസിക്കുന്നവരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് തൊടുന്യായങ്ങളാകും CPMും ആര്യയും നിരത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വൈഷ്ണവ് സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദത്തിലേക്ക്, ആ വിവാദ കുരുക്കിലേക്ക് തിരുവനന്തപുരം നഗരസഭയുടെ അധ്യക്ഷ ആര്യ രാജേന്ദ്രൻ എത്തുകയാണ്. ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന വലിയൊരു ഗൂഢാലോചനയുടെ പരിണത ഫലമായിട്ടാണ് വൈഷ്ണവ് സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വൈഷ്ണവ് സുരേഷിന്റെ പേര് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതെന്ന് വ്യക്തമാവുകയാണ്. ഒരു CPM പ്രാദേശിക നേതാവ് ആദ്യം പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയറുടെ ഓഫീസിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരെ ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിക്കുന്നു. ആ 2 ഉദ്യോഗസ്ഥർക്കും വോട്ടർ പട്ടികയുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിനോ ആ വിഭാഗത്തിൽ ജോലിയെടുക്കുന്നതിനോ യാതൊരു വിധമായ അർഹതയും ഇല്ലാത്ത 2 ഉദ്യോഗസ്ഥരെയാണ് ഇതിനു വേണ്ടി മേയറുടെ ഓഫീസിൽ നിന്ന് നിയോഗിച്ചിരിക്കുന്നത്. അവർ അതിൽ ഒരാൾ ഈ വൈഷ്ണവ് സുരേഷിന്റെ പേരിലുണ്ടായ പരാതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വീട്ടിലെത്തുന്നു. ആ വീട്ടിൽ താമസിക്കുന്നവരിൽ നിന്ന് ഒരു സത്യവാങ്മൂലം അവർ എഴുതി വാങ്ങുന്നു. അത്തരത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നതും ഈ സത്യവാങ്മൂലമൊക്കെ തന്നെ നേടിയെടുക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. അതിനുശേഷം ഓഫീസ് കേന്ദ്രീകരിച്ച് മേയറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗൂഢാലോചനകൾ നടക്കുന്നു. ആ ഗൂഢാലോചനയുടെ പരിണത ഫലമായി ഇലക്ട്രൽ റോളിൽ നിന്ന് വൈഷ്ണവ് സുരേഷിന്റെ പേര് വെട്ടിനീക്കുകയായിരുന്നു. തികച്ചും ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു ഇതിന്റെ പിന്നിൽ നടന്നിരുന്നത്. ഇത്തരത്തിലുള്ള ജോലികളിൽ വ്യാപൃതരാകുവാൻ യാതൊരു അർഹതയുമില്ലാത്ത 2 ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തരത്തിൽ ഹീനമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ഗൂഢ കുതന്ത്രം നടത്തിയത് എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. CPM ഉന്നതർ ചേർന്ന് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇത്തരത്തിലുള്ള ഈ ഇലക്ട്രൽ റോളിൽ നിന്ന് വൈഷ്ണവ് സുരേഷിനെ വെട്ടി നീക്കിയത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ഏറ്റവും ഹീനമായ ഒരു തന്ത്രമായിരുന്നു അത്. അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുവാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന നിലയിലുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ, അവരുടെ ഓഫീസിന്റെ ഇടപെടൽ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു ഗൂഢനീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. വൈഷ്ണവ് സുരേഷ് വളരെ വലിയ പ്രചരണത്തിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിലെ രംഗത്തിറങ്ങി വലിയ ഒരു മേധാവിത്വം, വലിയ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ പ്രചരണ രംഗത്തൊക്കെ തന്നെ വലിയ മുന്നേറ്റം വൈഷ്ണവ് സുരേഷിന് നേടുവാൻ കഴിഞ്ഞു. അത് നഗരസഭയിൽ ആകമാനം UDFന്റെ ഒരു
തരംഗത്തിന് കാരണമാകുന്ന നിലയിലേക്ക് വൈഷ്ണവ് സുരേഷിന്റെ പ്രവർത്തനങ്ങൾ, പ്രചരണ പരിപാടികൾ ഒക്കെ തന്നെ മുന്നേറുന്നു. അതൊക്കെ തന്നെ വലിയ തരംഗമായി മാറുകയായിരുന്നു. അതിലൊക്കെ തന്നെ അസഹിഷ്ണുതയുണ്ടായ CPM നേതൃത്വമാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു കുതന്ത്രം ആസൂത്രണം ചെയ്യുകയും വൈഷ്ണവ് സുരേഷിന്റെ പേര് ആസൂത്രിതമായി നീക്കുന്നതിന് അവർ നൽകിയ പരാതി പോലും പരിഗണിക്കാതെ, അവരുടെ വാദഗതികൾ കേൾക്കാതെ, അവർ തന്റെ വോട്ടർ പട്ടികയിൽ തനിക്കുണ്ടായ പിഴവ്, അതായത് വീട്ടിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട ആ പിഴവ് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നൽകിയ സത്യവാങ്മൂലത്തെ നിരാകരിച്ചുകൊണ്ട് പകരമായി ആ വസതിയിൽ താമസിക്കുന്ന ഒരാളുടെ വ്യാജ സത്യവാങ്മൂലം എഴുതി വാങ്ങുകയും ഇത്തരത്തിൽ ഒരു ഹീനമായ അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. മേയറുടെ ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ ആരോപണം ജനാധിപത്യ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്നതിന്, ഒരാളുടെ വോട്ട് നിഷേധിക്കുന്നതിനുള്ള നടപടി, അത്തരത്തിലുള്ള തെറ്റായ നിലപാട് സ്വീകരിച്ച മേയർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് തന്നെ ഉയർത്തിയിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന വീട്ടു നമ്പറിൽ വൈഷ്ണവ് താമസിക്കുന്നില്ല എന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്നുമാണ് CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണവ് താമസിക്കുന്നില്ല എന്ന് കണ്ടെത്തുന്നു. അതിനെ തുടർന്ന് സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണവ് നൽകിയ രേഖകൾ പരിശോധിക്കാതെ കാർത്തികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൈഷ്ണയുടെ വോട്ട് ഒഴിവാക്കാം എന്ന് ശുപാർശയും ചെയ്തു. അതിന് പിന്നാലെ ഇലക്ടറൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V സജികുമാർ വൈഷ്ണയുടെ പേര് പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഇതാണ് വൈഷ്ണയുടെ പേര് ഒഴിവാക്കാനായി നടത്തിയ വൻ ഗൂഢാലോചന. മേയർ മാത്രമല്ല, നല്ലൊരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നത് വ്യക്തമാണ്. അതായത് സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദം ഏകപക്ഷീയമായി സംസ്ഥാനത്തെ CPMന് വേണ്ടി വിടുപണി ചെയ്യുന്നു. ഇതുതന്നെയല്ലേ കേന്ദ്രത്തിൽ BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്? അതുതന്നെയല്ലേ വോട്ട് ചോരി എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരമായി ആവർത്തിച്ചു പറയുന്നത്? 2 നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറയിൽ ഉണ്ട് ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം. ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 13-ാം തീയതി രാത്രി മേയർ അവിടെ വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും. എന്തിന് പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് അത് വെട്ടി? വൈഷ്ണയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരാതിക്കാരൻ ഹാജരാവാതിരുന്നു. വൈഷ്ണവ് പരാതി പറയാൻ വേണ്ടി ചെന്നു. വൈഷ്ണവ് അവിടെ ചെന്നു. വൈഷ്ണയുടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു. അത് തികച്ചും കുറ്റകരമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ബിഹൈൻഡ് ദ കർട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അതിനുള്ള നിയമ നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കെ മുരളീധരൻ ഇത് പറഞ്ഞ മണിക്കൂറുകൾ പിന്നിട്ടില്ല. തൊട്ടു പിന്നാലെ ലോകമറിഞ്ഞു CPMന്റെ നെറികെട്ട പണി. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള നെറികെട്ട നീക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാർക്ക് നേരിട്ട് പങ്കുണ്ടെന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു യുവ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പ് ഗോതിയിൽ നിന്ന് പുറത്താക്കാൻ ജനസേവനത്തിനായി പ്രവർത്തിക്കേണ്ട മേയറുടെ ഓഫീസിനെ CPM കള്ളവോട്ട് സെല്ലായി ഉപയോഗിച്ചു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ പരാതിയിൽ ഔദ്യോഗികമായി ഒരു അന്വേഷണ ചുമതലയും ഇല്ലാത്ത മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാർ വൈഷ്ണവ് ഹാജരാക്കിയ രേഖകളിലെ വീടുകളിൽ നേരിട്ടെത്തി താമസക്കാരിൽ നിന്ന് ഭീഷണിയുടെ സ്വരത്തിൽ സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് ഈ സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ മുഖം തുറന്നു കാട്ടുകയാണ്.
ഈ അധികാര ദുർവിനിയോഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം ഈ കേസിൽ മേയർക്കുള്ള ഒത്താശയുടെ ആഴം വ്യക്തമാക്കുകയാണ്. CPM ബ്രാഞ്ച് അംഗം ധനേഷ് കുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വൈഷ്ണയ്ക്കെതിരെ നടപടി ആരംഭിച്ചത്. അന്തിമ വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 18/564 എന്ന നമ്പറുള്ള വീട്ടിൽ വൈഷ്ണ താമസിക്കുന്നില്ലെന്നും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു പരാതി. ഇതിന്റെ പേരിൽ ക്ലാർക്ക് GM കാർത്തിക നടത്തിയ അന്വേഷണത്തിൽ വീണ്ടും കളങ്കിത നീക്കങ്ങൾ അരങ്ങേറി. തുടർന്ന് സൂപ്രണ്ട് R പ്രതാപചന്ദ്രൻ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ നൽകിയ പ്രധാന രേഖകൾ പോലും പരിശോധിക്കാതെ ഏകപക്ഷീയമായ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വോട്ട് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തു. ഇലക്ടറൽ ഓഫീസർ കൂടിയായ അഡീഷണൽ സെക്രട്ടറി V സജികുമാർ ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇവിടെ ഔദ്യോഗിക സംവിധാനങ്ങൾ മേയറുടെ രാഷ്ട്രീയ കളികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ദുരവസ്ഥയാണ് കാണാനാകുന്നത്. എന്നാൽ ഇതിനെല്ലാം സമാന്തരമായാണ് കോർപ്പറേഷനിലെ പ്രോജക്ട് സെല്ലിലെ ക്ലാർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ തെളിവുണ്ടാക്കൽ ദൌത്യം ഏറ്റെടുത്തത്. ഞങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്നും 2 വർഷമായി മറ്റാരും ഇവിടെ ഇല്ലെന്നും കള്ള സത്യവാങ്മൂലം ഈ ഉദ്യോഗസ്ഥർ താമസക്കാരിൽ നിന്ന് എഴുതി വാങ്ങിക്കുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയുടെ ജനാധിപത്യ അവകാശം കവർന്നെടുക്കാൻ സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കള്ളരേഖകൾ ഉണ്ടാക്കുന്ന ഈ സമീപനം CPM നേതൃത്വത്തിന്റെ ഫാസിസ്റ്റ് മനോഭാവത്തെയാണ് വിളിച്ചോതുന്നത്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് കോർപ്പറേഷൻ ഇലക്ഷൻ സെൽ നൽകിയ വിശദീകരണത്തിൽ ക്ലാർക്ക് കാർത്തികയും സൂപ്രണ്ട് പ്രതാപ് ചന്ദ്രനും മാത്രമാണ് ഔദ്യോഗികമായി ഇടപെട്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേയറുടെ ഓഫീസിലെ ജീവനക്കാരുടെ നിയമവിരുദ്ധമായ ഈ സമാന്തര ഇടപെടൽ മറച്ചുവെച്ച് സത്യത്തെ മൂടിവെക്കാനുള്ള CPM സർക്കാരിന്റെ ശ്രമം ഇവിടെ വ്യക്തമായി കാണാം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരാജയഭീതിയിലാണ് CPM. കോൺഗ്രസിൽ പരിചയസമ്പന്നതയുള്ള നേതാക്കൾ മുതൽ കരുത്തരായ യുവ നേതാക്കൾ വരെ അടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള എല്ലാ വഴികളും തേടി നടക്കുകയാണ് ഇടതുമുന്നണി. അതിന് ആദ്യം കണ്ട മാർഗമാണ് സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുക എന്നത്. ആദ്യപടിയെന്നോണം UDFന്റെ ശക്തയായ സ്ഥാനാർത്ഥി വൈഷ്ണ വോട്ടർ പട്ടികയിലില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത്. ഈ വിഷയത്തിൽ വൈഷ്ണ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ വിധി തേടുകയും ചെയ്തു. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരാജയഭീതിയിലാണ് CPM എന്ന് ഇതോടെ വ്യക്തമായി കഴിഞ്ഞു. അതിനേക്കാൾ ഭീകരം ആര്യ രാജേന്ദ്രന്റെ കറുത്ത കരങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന വിവരം പുറത്തുവരുമ്പോഴാണ്. എന്നും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടുക, എന്നും ജനം ശ്രദ്ധിക്കുക, കുട്ടി മേയർ എന്ന പരിഗണനയിൽ ഉല്ലസിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു വനിതാ നേതാവ് ചിന്തിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് ലഭിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരത്തെ ചൊല്ലി ഉണ്ടായ പുകിൽ ചെറുതൊന്നുമായിരുന്നില്ല. പണം കൊടുത്ത് വാങ്ങിയ അംഗീകാരം എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അതൊന്നും അല്പം പോലും കുലുക്കമില്ലാതെ വല്ലാത്ത ആത്മവിശ്വാസത്തോടെയായിരുന്നു ആര്യയും CPMഉം നേരിട്ടത്. ഇങ്ങനെ വൈറലാകാൻ നടക്കുന്ന ജനപ്രതിനിധി അംഗീകരിക്കേണ്ട മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട്. ആറ്റുകാൽ പൊങ്കാല തട്ടിപ്പ് മുതൽ ലോക്കൽ ഫണ്ട് തട്ടിപ്പ് വരെയുള്ള വലിയ അഴിമതി കഥ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന PR തള്ളലുകളുടെ ആശീർവാദത്തോടെയാണ് ആര്യ രാജേന്ദ്രൻ മേയറാകുന്നത്. എന്നാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ ഒരു മേയർ പ്രവർത്തിക്കരുതെന്ന് തെളിയിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തത്. ആറ്റുകാൽ പൊങ്കാല തട്ടിപ്പ് മുതൽ പാർട്ടി പ്രവർത്തകർക്ക് വഴിവിട്ട് ജോലി നൽകാനുള്ള നീക്കം വരെ അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കോവിഡ് കാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി 21 ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്തതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു ആരോപണം. കോവിഡ് കാലമായതിനാൽ വീടുകളിലായിരുന്നു ആ വർഷം ഭക്തർ പൊങ്കാല അർപ്പിച്ചത്.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണ്ടാര അടുപ്പിൽ മാത്രമായിരുന്നു പൊങ്കാല. ഈ സാഹചര്യത്തിലും ശുചീകരണത്തിനെന്ന പേരിൽ വൻതുക ചെലവാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ നികുതിയായി അടച്ച തുക രേഖപ്പെടുത്താതെയും രേഖപ്പെടുത്തിയ തുക അക്കൌണ്ടിൽ വരവ് വയ്ക്കാതെയും തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. കെട്ടിട നികുതിയായും ലൈസൻസ് ഫീസായും അടച്ച തുകയും കണക്കിൽ വരവ് വയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു. ലഭിക്കുന്ന ചെക്കുകൾ ബാങ്കിൽ നൽകാതെ നികുതി ഒടുക്കിയതായി രേഖകൾ നൽകിയെന്നായിരുന്നു പിന്നീട് കണ്ടെത്തൽ. വിവരം പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കി. ഇതോടെ തട്ടിപ്പ് നടന്നതായി മേയർക്ക് സമ്മതിക്കേണ്ടി വന്നു. നഗരത്തിൽ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് 2.5 കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയത് സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയെന്നായിരുന്നു ആരോപണം. 2021 ഫെബ്രുവരിയിലുള്ള കരാറിലൂടെ 18 ലക്ഷം രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണം. 5 ലക്ഷത്തിന് മുകളിലുള്ള കരാറുകളെല്ലാം ഈ ടെൻഡർ വിളിക്കാതെ നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും ടെൻഡർ ക്യാൻസൽ ചെയ്ത് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണമുയർന്നു. 10,000 LED ലൈറ്റുകൾ സ്ഥാപിക്കാൻ നഗരസഭ ആദ്യം ഈ ടെൻഡർ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെൽട്രോൺ, KSIE, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നിവർ കൊട്ടേഷൻ നൽകി. കെൽ ഏറ്റവും കുറഞ്ഞ തുകയായ 2,350 രൂപയാണ് ക്വാട്ട് ചെയ്തത്. 2,450 രൂപയായിരുന്നു യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഈ ടെൻഡറിൽ ക്വാട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ ടെൻഡർ മറികടന്ന് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് കരാർ നൽകിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഈ ടെൻഡർ വേണ്ടെന്ന് വെച്ച് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് കരാർ നൽകിയതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. കോർപ്പറേഷൻ പരിധിയിൽ കേശവദാസപുരം വാർഡിലെ 2 വാണിജ്യ കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതിനാണ് ക്രമക്കേട് കണ്ടെത്തിയത്. കോർപ്പറേഷന്റെ ആഭ്യന്തര അന്വേഷണത്തിലായിരുന്നു തട്ടിപ്പ് വ്യക്തമായത്. കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നമ്പർ തട്ടിപ്പിന് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പട്ടികജാതി വനിതകൾക്കുള്ള ഫണ്ട് തട്ടിയെടുത്തെന്നായിരുന്നു കേസ്. കോർപ്പറേഷനിൽ നിന്ന് പട്ടികജാതി വനിതകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പാ സബ്സിഡി ഗുണഭോക്താക്കൾ അറിയാതെ തട്ടിയെടുത്തുവെന്നാണ് കേസ്. 1.5 കോടി രൂപയിലധികം ഇത്തരത്തിൽ തട്ടിയെടുത്തുവെന്ന് നഗരസഭ പരാതി നൽകി. നഗരസഭയ്ക്ക് ജനറൽ വിഭാഗത്തിനും SC/ST വിഭാഗത്തിനും ജാതി തിരിച്ച് കായിക ടീം ഉണ്ടാക്കിയെന്നായിരുന്നു ആരോപണം. മേയറുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ ജനറൽ വിഭാഗത്തിനും SC/ST വിഭാഗത്തിനും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഓരോ ടീമുകൾ വെവ്വേറെ ഉണ്ടാകുമെന്നായിരുന്നു മേയർ അറിയിച്ചത്. വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനുണ്ടാക്കിയ സ്പോർട്സ് ടീമിന്റെ സെലക്ഷൻ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് വിവാദമായത്. നഗരസഭയിലെ 100 വാർഡുകളിൽ സാക്ഷരത മുതൽ ഹയർ സെക്കൻഡറി തലം വരെ സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി 2017 സെപ്റ്റംബർ മാസത്തിൽ 4.15 കോടി ചെലവിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് അക്ഷരശ്രീ. ഇതിന്റെ ഭാഗമായി നിരക്ഷരരെ കണ്ടെത്താൻ നടത്തിയ സർവേ തന്നെ തട്ടിപ്പായിരുന്നുവെന്ന ആക്ഷേപവും നേരത്തെ തന്നെ ഉയർന്നിരുന്നു. നഗരത്തിൽ 11,700 നിരക്ഷർ ഉണ്ടെന്നായിരുന്നു സർവേയിലെ കണ്ടെത്തൽ. എന്നാൽ ഇങ്ങനെ കണ്ടെത്തിയ ആളുകളിൽ അഭ്യസ്ത വിദ്യർ ഉൾപ്പെട്ടിരുന്നുവെന്ന ആരോപണമുയർന്നു. നിരക്ഷരരുടെ കണക്ക് പെരുപ്പിച്ചു കാട്ടി നഗരസഭയുടെ ഫണ്ട് വെട്ടിക്കാനുള്ള പദ്ധതിയാണ് ഇതെന്നാണ് അന്നുയർന്ന ആരോപണങ്ങൾ.
ഇതിനെല്ലാം പുറമെയാണ് കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിൽ 285 ദിവസവേതന തസ്തികകളിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് പാർട്ടിക്കാരെ ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തുവന്നത്. പിന്നാലെ SIT ആശുപത്രിയിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി അയച്ച കത്തും പുറത്തുവന്നു. അങ്ങനെ തുടക്കം മുതൽ കേരള സമൂഹത്തെ ഞെട്ടിച്ച പല അഴിമതി മികവും കൊണ്ട് ശ്രദ്ധേയമായ ആര്യ രാജേന്ദ്രൻ എന്ന CPMന്റെ യുവ നേതാവിന്റെ തലയിലെ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് വൈഷ്ണ സുരേഷിന്റെ പേരുവെട്ടാനുള്ള ഈ കുതന്ത്രവും. കുട്ടിക്കളി മാറാത്ത മേയർ എന്നൊക്കെ പറഞ്ഞ് ആര്യ രാജേന്ദ്രനെ സോഷ്യൽ മീഡിയ കളിയാക്കിയപ്പോൾ, പരിഹസിച്ചപ്പോൾ പ്രതികരിച്ചവർ പോലും ഇന്ന് ഒന്നും മിണ്ടിയിട്ടില്ല. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. മിനിമം പക്വത എന്നത് സാമാന്യ ബോധത്തിൽ നിന്നും വരേണ്ടത് തന്നെയാണ്. രാഷ്ട്രീയ പ്രതിയോഗിയെ പരാജയപ്പെടുത്തേണ്ടത് കള്ളക്കളികൾ കളിച്ചല്ല. തരംതാണ രാഷ്ട്രീയ നാടകമല്ല കേരളം പോലെയൊരു സംസ്ഥാനം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഇവരെ തിരുത്താൻ തയ്യാറാകണം. അതല്ല എങ്കിൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ നിന്നും കുട്ടിക്കളി മാറാത്ത ഈ വക നേതാക്കളെ മാറ്റിയെങ്കിലും നിർത്തണം. അതല്ല എങ്കിൽ ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ ഫണ്ടുകൾ ഇനിയും വെള്ളത്തിലാകും. ജനങ്ങൾക്ക് അത് വലിയ ബാധ്യതയായി മാറും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുമാരി വൈഷ്ണ സുരേഷിൻ്റെ പേര് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും വെട്ടി നിരത്തുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ധാർമ്മിക വിരുദ്ധവുമാണ് എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം, ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാർ, അവർക്ക് ഈ ഇലക്ഷനുമായോ വോട്ടർ പട്ടികയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവരുടെ ചുമതല മേയറെ ഓഫീസ് കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനു മുമ്പേ CPMന്റെ ഒരു ബ്രാഞ്ച് അംഗം നൽകിയ വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തിയ ഒരു പരാതി, അതായത് ആ പരാതി മറ്റൊന്നുമല്ല, ആ ഒരു പ്രത്യേക വോട്ടർ വീട്ടിൻ്റെ നമ്പറിൽ വോട്ടർ പട്ടികയിൽ അവർ താമസമില്ല എന്നുള്ളതായിരുന്നു പരാതി. അതിന് കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരി കാർത്തിക പോയി അന്വേഷിക്കുകയുണ്ടായി. അതിനുശേഷം ഹിയറിങ്ങിന് വിളിച്ചു. ഹിയറിങ്ങിന് സൂപ്രണ്ട് പ്രതാപചന്ദ്രൻ ഹിയറിങ് നടത്തുകയുണ്ടായി. പക്ഷേ ആ ഹിയറിങ് നടന്ന സമയത്ത് പരാതിക്കാരൻ വരികയോ രേഖാമൂലം എന്തെങ്കിലും തെളിവുകൾ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. തികച്ചും ഏകപക്ഷീയമായി ഒരു CPM ബ്രാഞ്ച് അംഗം വെള്ളപ്പേപ്പറിൽ നൽകിയ ഒരു പരാതിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥൻ, അഡീഷണൽ സെക്രട്ടറി, അദ്ദേഹം ആ പേര് വെട്ടിമാറ്റുകയാണ് ചെയ്തത്. എന്നാൽ അതിന് കുറച്ചുകൂടി ബലം പകരാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ഓഫീസിലെ 2 ജീവനക്കാർ ഈ പറയുന്ന 18/564 എന്ന് പറയുന്ന ആ വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ അടുക്ക് നിർബന്ധപൂർവം അല്ലെങ്കിൽ അല്പം ഭീഷണിയുടെ സ്വരത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്, മറ്റാരും ഇവിടെ താമസമില്ല എന്ന് അവരെ കൊണ്ട് മൊഴി പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ബന്ധപ്പെട്ട കമ്മീഷൻ്റെ മുന്നിൽ കൊടുത്തത് തികച്ചും നിയമവിരുദ്ധമാണ്, അധികാരത്തിൽ കടന്നു കയറുകയിലാണ്. അത് കോടതിക്ക് മനസ്സിലായി. ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ കോർപ്പറേഷൻ ഇതിനകത്ത് കക്ഷി ചേരാൻ ചെന്നു. അപ്പോൾ പരാതിക്കാരന് കക്ഷി ചേരാം, പരാതിക്കാരിക്കും അവിടെ അഭിപ്രായം പറയാം. പക്ഷേ കോർപ്പറേഷൻ അവിടെ വന്നിട്ട് ഈ പേര് അംഗീകരിക്കാൻ കഴിയുകയില്ല, തിരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, കോർപ്പറേഷൻ എന്താ ഇവിടെ കാര്യം? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അവരുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കാര്യത്തിൽ ഹൈക്കോടതിയിൽ പോലും വലിഞ്ഞു കയറി ചെന്ന് ഗവൺമെൻറ് ഞങ്ങളുടേതാണെന്നുള്ള ധാർഷ്ട്യം അല്ലെങ്കിൽ മേയർ ഞങ്ങളുടേതാണെന്നുള്ള ധാർഷ്ട്യം വരെ കാണിക്കാൻ അവിടെ ചെന്നു. അപ്പോൾ ഇതിൻ്റെ